നമ്മളെന്താ ഇവിടെ? എൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണാനാ. സ്പെഷ്യൽ പേഴ്സണാ ഇവിടെ? വാ. ഒരു 2-3 പൈമാർ വിളിച്ചു. ശരി ചേച്ചാ. ജോമന നീ ഞാൻ വരാട്ടോ. ഞാൻ വരട്ടോന്നോളാം. ആനി മോളെ ഡിയർ, ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ ആഗ്രഹിച്ച പോലെ തന്നെ ജർമ്മനിയിലേക്കുള്ള വിസയൊക്കെ ശരിയാക്കി എടുത്തു അല്ലേ? മിടിക്കുക. എല്ലാം ഫാദറിന്റെ പ്രേയേഴ്സ് കൊണ്ടാ. എടി, വല്ലപ്പോഴും സ്വന്തം ഹാർഡ് വർക്കുള്ള ക്രെഡിറ്റ്സ് സ്വയം ഒന്ന് എടുക്ക്. കർത്താവ് ക്രെഡിറ്റ്സ് എടുത്തിട്ട് എന്നാ കാണിക്കാനേ? അല്ല, ഇതാരാ? ഇത് കരുൺ. ഓ, ഇത് ഫാദർ ഡൊമിനിക് കുരിശിങ്ങിൽ. ഫൈനലി വി മെറ്റ്. ആര് വിളിക്കുമ്പോ ഒക്കെ പറയാറുണ്ട് കരുണിന്റെ കാര്യം. ഹാപ്പി ടു സീ യു. ഫാദർ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മോളെയല്ലേ? ഇപ്പൊ വരാം. കരുൺ ഏതോ IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ ഫാദർ. ഓ നൈസ്. ഫാദറിന് ആനിനെ എങ്ങനെയാ? ഓ, ആനിയൊന്നും പറഞ്ഞു കാണില്ല അല്ലേ? ഇല്ല. ആനി പഠിച്ചിരുന്ന ബോർഡിംഗ് സ്കൂളിൽ ഞാൻ കുറെ കാലം പഠിപ്പിച്ചിരുന്നു. ഷി വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് സ്റ്റുഡൻസ്. അവൾ എനിക്ക് മോളെ പോലെ. അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ലൈഫിൽ എന്തെങ്കിലും മേജർ ഡിസിഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മേജർ ഈവൻ്റ് എന്തെങ്കിലും ഉണ്ടാവും, അവൾ എന്നെ വന്ന് കാണും. എന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കണമെന്നില്ല കേട്ടോ. ചില കാര്യങ്ങൾക്ക് അവൾക്ക് സ്വന്തമായിട്ട് ചില തീരുമാനമുണ്ട്. അതിലൊന്നായിരുന്നു കരണ്ട് വീടുകൾ ഒരുമിച്ചുള്ള താമസം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവളുടെ ആ ഡിസിഷൻ വളരെ കറക്റ്റായിരുന്നു. ആനി ഇത്ര സന്തോഷമായിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. അവൾ ജർമ്മനി പോയാലും മോനെ നീ അവളായിട്ടുള്ള ടച്ച് വിടരുത് കേട്ടോ. ഓക്കെ, പ്രാർത്ഥിച്ചോ മോളെ. യെസ് ഫാദർ. എന്നാ നിന്റെ ഫ്ലൈറ്റ്? നെക്സ്റ്റ് ഫ്രൈഡേ. ഹാപ്പി ജർണി. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഇറങ്ങട്ടെ ഫാദർ. കരുൺ വരുന്നില്ലേ എൻ്റെ ഒപ്പം എയർപോർട്ടിലേക്ക്?